സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. പക്ഷേ ആദ്യം നമുക്ക് എങ്ങനെ വിലയിരുത്താൻ സർക്കാരിനെ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിനോടൊപ്പം ചോദിക്കുകയാണ്, ഇപ്പോൾ സൗജന്യ യാത്ര വന്നു. ഈ പ്രിയദർശിനി എന്ന് പറഞ്ഞൊരു പദ്ധതിയുടെ ആ പേരിനോട് തന്നെ വലിയ വിമർശനമുണ്ട് എങ്കിൽ കൂടിയും ഇങ്ങനെ പല പദ്ധതികളും സതീശൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യ ഘട്ടത്തിൽ ഈ സർക്കാരിനെ എങ്ങനെ വിലയിരുത്താൻ കഴിയും? ജനക്ഷേമ പദ്ധതി പ്രിയ പദ്ധതിയാണെന്നൊക്കെ പല മാധ്യമങ്ങളും അവതരിപ്പിക്കുന്നുണ്ട്. കാരണം സതീശനെ ഇലക്ഷന് പൊക്കിയടിച്ച ആൾക്കാർ ഇപ്പോഴും അത് വിടാൻ അങ്ങോട്ട് കൂട്ടാക്കിയിട്ടില്ല എന്നുള്ളത്. എങ്ങനെ വിലയിരുത്താം ഈ സർക്കാരിനെയും പ്രവർത്തനങ്ങളും? ഒരു സർക്കാരിൻ്റെ പ്രവർത്തനത്തെ വിലയിരുത്താൻ നമ്മൾക്ക് കുറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 6 മാസം മുതൽ 1 വർഷം വരെ സമയം നമ്മൾക്ക് വേണം. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ അധികാരത്തിൽ വന്നിരിക്കുന്ന UDF സർക്കാരിനെ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ വിലയിരുത്താൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ പല ജനപ്രിയ പദ്ധതികളും ആയിട്ടാണ് പ്രകടന പത്രികയിൽ പല കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ജനങ്ങളുടെ അടുത്തേക്ക് പോയിട്ട് വോട്ട് ചോദിച്ച് അധികാരത്തിൽ വന്നിരിക്കുന്നത്. സത്യത്തിൽ ഇവിടെ ഉണ്ടായ ഒരു ആൻറ്റി ഇൻകംബൻസി, അതായത് LDF സർക്കാരിനോടുള്ള ജനങ്ങളുടെ തീർത്താൽ തീരാത്ത ഒരു ദേഷ്യം, അല്ലെങ്കിൽ അവരോട് കാണിച്ച ഒരു അവഗണന, അത് സ്വാഭാവികമായിട്ടുള്ള ഒരു വോട്ടായിട്ട് UDFിലേക്ക് പരിണമിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അല്ലാതെ UDFിൻ്റെ മേന്മ കണ്ടിട്ടൊന്നും അല്ല സത്യത്തിൽ ജനങ്ങൾ അവരെ തിരഞ്ഞെടുത്തത്. അടുത്ത ഒരു ഓപ്ഷൻ എന്നുള്ള രീതിയിലേക്ക് ജനങ്ങൾ അവരെ തിരഞ്ഞെടുത്തു. അതിൻ്റെ കൂടെ ഒരുപാട് സ്ഥലങ്ങളിൽ BJPയെ ഓപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ നമുക്കറിയാം UDF ഏത് രീതിയിലാണ് അധികാരത്തിലെത്തിയതെന്നറിയാം. പല വർഗീയ കൂട്ടുകെട്ടുകൾക്കും വശംവദരായി നിന്നുകൊണ്ട് സത്യത്തിൽ അതെ, ഇപ്പോൾ VD സതീശൻ മുഖ്യമന്ത്രി അദ്ദേഹം നടത്തിയിരിക്കുന്ന പ്രസ്താവന നമ്മൾ കണ്ടു. VC-മാർ RSSൻ്റെ സർസംഘചാലകനെ കണ്ടത് തെറ്റായിപ്പോയി, മാപ്പ് പറയണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പല കോണിൽ നിന്നും ചോദിച്ചു, എവിടെ പറവൂര് വീട്ടിൽ വന്ന് മാപ്പ് പറയണോ അതോ ക്ലിഫ് ഹൗസിൽ വന്നാൽ മതിയോ എന്ന് ചോദിച്ചിട്ടുള്ള ഒരുപാട് ട്രോളുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഒരു അടിസ്ഥാനവുമില്ലാതെ ഇതുപോലെ എന്താണ് ആർക്കൊക്കെയോ വേണ്ടിയിട്ട് സത്യത്തിൽ വർഗീയത അങ്ങ് പ്രചരിപ്പിക്കുകയാണ്. എല്ലാവർക്കും വേണ്ടിയെന്ന് ഞാൻ പറയുന്നില്ല. ഈ ന്യൂനപക്ഷത്തിൽ തന്നെ നിൽക്കുന്ന മതഭീകരവാദ ശക്തികൾക്ക്, ഒരു ന്യൂനപക്ഷത്തെ മുഴുവൻ നമ്മൾ പറയാൻ പാടില്ല, അങ്ങനെ അല്ല അവർ. പക്ഷെ അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന മതഭീകരവാദ ശക്തികൾക്ക് വശംവദരായി നിന്നുകൊണ്ട് അവരെ എത്രത്തോളം പ്രീണിപ്പിക്കാമോ പ്രീണിപ്പിച്ചുകൊണ്ടാണ് ഈ സർക്കാർ കൺസോളിഡേറ്റഡ് ആയിട്ട് ഒരു വിഭാഗത്തിൻ്റെ വോട്ട് വാങ്ങി അധികാരത്തിൽ വന്നത്. അല്ലാതെ VD സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്തുണ്ടാക്കിയ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലൊന്നും അല്ല വന്നത്. ആ പിണറായി വിജയൻ സർക്കാരിനോടുള്ള ജനങ്ങളുടെ തീർത്താൽ തീരാത്ത അമർഷം അത് ഇവരെ അധികാരത്തിൽ എത്തിച്ചു എന്നുള്ളത് മാത്രമാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ഗവൺമെൻറ് ഏതറ്റം വരെ പോകും, എവിടെ വരെ എത്തും ഇവരുടെ ഈ ഒരു പ്രകടന പത്രികയുമായി എന്നുള്ളത് അധികാരത്തിൽ വന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായത്. കാരണം ഒന്ന്, അധികാരത്തിലേക്ക് എത്താൻ ആരാണ് മുഖ്യമന്ത്രി എന്നുള്ള ഒരു വലിയ സംഘട്ടനം അതിൽ കഴിഞ്ഞു. അതിന് കുറേ സമയമെടുത്തു. ഇപ്പോൾ സ്ത്രീകളുടെ സൗജന്യ യാത്ര, ഇപ്പം കോൺഗ്രസ് ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും ഇത് നടപ്പിലാക്കുന്നുണ്ട്, വിജയകരമാണെന്നൊക്കെ ഇവർ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ ഈ സൗജന്യ യാത്ര ആരാ ഓഫർ ചെയ്തത്? നമ്മളിപ്പോഴും വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പാലക്കാട് നിന്ന് ജയിച്ച പിഷാരടിയും അദ്ദേഹത്തിൻ്റെ ഒപ്പം KC വേണുഗോപാലും ഒക്കെ ഒരു ബസ്സിൽ കയറി നിന്ന് സ്ത്രീകളോട് പറയുകയാണ്, നിങ്ങൾക്ക് അമ്പലത്തിൽ പോകണോ, ഇനി ഞങ്ങൾ കൊണ്ടുപോകും സൗജന്യമായിട്ട്, നിങ്ങൾക്ക് എവിടെ പോകണം, ടൂറ് പോകണോ, നിങ്ങൾക്ക് എങ്ങോട്ട് പോകണമെങ്കിലും സർക്കാരിൻ്റെ KSRTC ബസ്സിൽ എവിടെ വരെ വേണമെങ്കിലും പോകാം. അത്രയ്ക്ക് പച്ചയ്ക്ക് പറയുകയാണ്. എന്ത് യാഥാർത്ഥ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഓഫറുകൾ ഇവിടുത്തെ ജനങ്ങൾക്ക് കൊടുത്തത്, സ്ത്രീകൾക്ക് കൊടുത്തത്? നഷ്ടം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് KSRTC എന്ന് ഇവർ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെ നഷ്ടത്തിൽ പോകുന്ന ഒരു സ്ഥാപനത്തിൽ എല്ലാ സ്ത്രീകൾക്കും എവിടെ പോകണമെങ്കിലും KSRTCയിൽ സൗജന്യമായിട്ട് നിങ്ങളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവർ വോട്ട് കിട്ടാൻ വേണ്ടി മാത്രം ജനങ്ങളുടെ മുന്നിലേക്ക് ചില കപടമായ വാഗ്ദാനങ്ങൾ വെക്കുകയാണ് എന്നുള്ളത് മനസ്സിലായില്ലേ? അതിപ്പോൾ തെളിഞ്ഞുണ്ടോ? കാരണം ഇപ്പോൾ സൗജന്യ യാത്ര ആദ്യം പറഞ്ഞ 15-ാം തീയതി കഴിഞ്ഞു, ആയില്ല. പിന്നെ BJPയുടെ ഭാഗത്തുനിന്ന്, മംഗളാ മോർച്ചയുടെ ഭാഗത്തുനിന്നും ഒക്കെ ഒരു ചെറിയ ചലനം ഉണ്ടായപ്പോൾ, ഒരു പ്രതിഷേധം വന്നപ്പോൾ അടുത്ത 15 തന്നെ, അല്ലെങ്കിൽ ഇതും ഇപ്പം നീണ്ടുപോയനെ, പതുക്കെയാവാമെന്ന് പറഞ്ഞേനെ. അതങ്ങനെ വന്നതുകൊണ്ട് മാത്രമാണ് ഈ ജൂൺ 15-ന് ഇവർ തയ്യാറായത്. ഇവർ പറയും ഞങ്ങളങ്ങ് പ്രഖ്യാപിക്കാനിരുന്നതാണ് എന്നൊക്കെ പറയും. ഒരിക്കലുമല്ല. അങ്ങനെ പ്രതിഷേധം ഓരോ ഭാഗത്തും ഉണ്ടാകുന്നു എന്ന് കണ്ടപ്പോഴാണ് ജൂൺ 15-ലേക്ക് ഈ ഒരു പദ്ധതി പ്രഖ്യാപിച്ചത്.
അപ്പോൾ ജൂൺ 15 തുടങ്ങി. എന്താണ് നമ്മൾ കണ്ട കാഴ്ച? തിരുവനന്തപുരത്ത് ഏതാണ്ട് 100-600 ഓർഡിനറി ബസ്സുകളുണ്ട്. അപ്പോൾ ഓർഡിനറി ബസ്സുകളിൽ മാത്രമായി സ്ത്രീകളുടെ സൗജന്യ യാത്ര പരിമിതപ്പെടുത്തി. എല്ലാ ബസ്സും പോയി. ഓർഡിനറി ബസ്സായി ഓർഡിനറി ബസ്സിലെല്ലാം കൊണ്ട് ഫാസ്റ്റ് സ്റ്റിക്കർ ഒട്ടിച്ചു. എല്ലായിടത്തും കൊണ്ടുപോയി. തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടു, ലൈവ് വീഡിയോസ് കണ്ടു. എല്ലാത്തിലും കൊണ്ടുപോയി സിറ്റി ഫാസ്റ്റ് എന്ന് പറഞ്ഞ് സ്റ്റിക്കർ ഒട്ടിച്ചു. എന്നിട്ട് പ്രിയദർശിനി എന്ന് പറയുന്ന ബസ്സുകളിൽ മാത്രമാണെന്ന് പറഞ്ഞു. ഇതിപ്പോൾ ബസ് വരുമ്പം എങ്ങോട്ട് പോകുന്ന ബസ്സാണെന്ന് സ്ത്രീകൾ നോക്കണോ അതോ പ്രിയദർശിനിന്ന് സ്റ്റിക്കർ ഉണ്ടോ എന്ന് നോക്കണോ എന്നുള്ള കൺഫ്യൂഷനിലാണെന്നാണ് പറയുന്നത്. കാരണം ഇത് കാണണ്ടേ, ഫ്രീ ആണോ എന്ന് അറിയാനായിട്ട് കണ്ടുവരുമ്പം ബസ് അതിൻ്റെ പാട്ടിന് പോകും. ഈ അവസ്ഥയിൽ എത്ര മോശമായിട്ടുള്ള ഒരു രീതിയിലാണ് ഇത് അവതരിപ്പിച്ചത്. സ്ത്രീകളോട് പറഞ്ഞതൊന്ന്, അതിൽ ഇവർക്ക് ഇത് ഇങ്ങനെ പറയാമായിരുന്നല്ലോ, അതാണ് ചോദിക്കുന്നത്. കാരണം ഇവരൊക്കെ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നവരോ MLA-മാരായവരോ ഭരണത്തിൽ വരാതിരുന്നവരോ ഒന്നും അല്ലല്ലോ. ഒരു പ്രത്യേക കാഴ്ചപ്പാടോടുകൂടി പറയായിരുന്നല്ലോ. താഴെ തട്ടിൽ അവശത അനുഭവിക്കുന്ന, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന, കോളേജിൽ പോകുന്ന പെൺകുഞ്ഞുങ്ങൾക്ക്, സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക്, അല്ലെങ്കിൽ അതുപോലെ ജോലിക്ക് പോകുന്ന സ്ത്രീകൾക്ക്, ഇപ്പോൾ വീട്ടു ജോലിക്ക് പോകുന്നവരുണ്ട്, ഗാർഹിക ജോലി ചെയ്യുന്നവർ, അല്ലാതെ ചെറിയ ചെറിയ സ്ഥാപനങ്ങളിൽ ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യാൻ പോകുന്നവരുണ്ട്. അവർക്കൊക്കെ ആ ബസ് ഫെയർ കുറച്ച് കൊടുത്താൽ അതൊരു വലിയ അനുഗ്രഹമാണ്. അപ്പോൾ ഒരു വലിയ അധിക ഭാരമാവുകയുമില്ല, എന്നാൽ അർഹതപ്പെട്ട ആളുകളിലേക്ക് ഈ ആനുകൂല്യം എത്തുകയും ചെയ്യാമായിരുന്നു. അങ്ങനെ പറയാമായിരുന്നു. ഇത് ഗവൺമെൻറ് സാലറി വാങ്ങുന്നവരും പ്രൊഫഷണൽസ് ആയിട്ടുള്ള സ്ത്രീകളും എല്ലാവർക്കും വേണ്ടി ഒരേപോലെ ഒരു പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുക. എന്നിട്ടിത് നടപ്പിലാക്കുമോ? അതുമില്ല. അപ്പോൾ ഇതിൽ കഷ്ടപ്പെടാൻ പോകുന്ന ആരാണ്? ഈ പറയുന്ന ഇത് അർഹതപ്പെടുന്ന കൈകളിലേക്ക് എത്തേണ്ടിരുന്ന ആളുകൾക്ക് ഈ അവസരം നഷ്ടപ്പെടുകയും ചെയ്യും. ഇപ്പോൾ തന്നെ ഉള്ള ബസ്സുകളെല്ലാം സിറ്റി ഫാസ്റ്റ് ആക്കിയിരിക്കുന്നു. ഈ പദ്ധതി പരാജയമാണെന്ന് മറ്റു പല സ്റ്റേറ്റുകളും തെളിയിച്ചു കഴിഞ്ഞു. ഇപ്പോൾ കർണാടകയിൽ ഇത് ഗംഭീരമായിട്ട് കൊണ്ടുപോകുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ കർണാടകയിൽ അല്ലാത്ത ബസ്സുകളിൽ ടിക്കറ്റ് ഫെയർ വർദ്ധിപ്പിച്ചു. സ്ത്രീകൾക്ക് സൗജന്യം കൊടുക്കുന്നെന്ന് പറയുമ്പോഴും ടിക്കറ്റ് ഫെയർ അവിടെ വല്ലാതെ വർദ്ധിപ്പിച്ചു. സബ്സിഡി കൊടുക്കാനായിട്ട്, ഈ സൗജന്യ യാത്രയ്ക്ക് സബ്സിഡി കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ പ്രശ്നമുണ്ടായി. ഇത് മുന്നോട്ട് പോയില്ല എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകൾ നമ്മൾ കണ്ടതാണ്. ഇതും കൂടാതെ ഈ ഹിമാചൽ പ്രദേശിൽ ഇവർ സൗജന്യ യാത്ര കൊണ്ടുവന്നു. ഇപ്പം എന്താ അവിടുത്തെ അവസ്ഥ? ഹിം കാർഡ് എന്ന് പറഞ്ഞൊരു കാർഡ് കൊടുത്തിരിക്കുകയാണ്. 50% സൗജന്യ യാത്ര 50% ആക്കി. ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്ന, ഇപ്പം അവിടെ BJP സർക്കാരാണ്. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി കൊണ്ടുവന്നത് അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു, മുന്നോട്ട് കൊണ്ടുപോകുന്നു. നമ്മൾ നിർത്തലാക്കിയിട്ടില്ല, അത് അവിടെ അങ്ങനെ തന്നെ പോകുന്നുണ്ട്. അല്ലാതെ BJP സർക്കാർ ഇതുപോലെയുള്ള എന്താ പറയുക, അതിന് സാധ്യതയില്ലാത്ത സ്ഥലങ്ങളിൽ ജനങ്ങളെ കബളിപ്പിക്കാനായിട്ട് ഇത്തരം ഓഫറുകളൊന്നും കൊടുക്കാറില്ല. പക്ഷെ കോൺഗ്രസ് അത് എല്ലായിടത്തും എങ്ങനെയെങ്കിലും ഭരണത്തിൽ കയറണം. എന്ത് ചെയ്തിട്ടാലും ശരി, കലാപം നടത്തി പ്രധാനമന്ത്രിയെ മാറ്റി അധികാരത്തിൽ വരാൻ പറ്റുമോ എന്ന് നോക്കുന്ന രാഹുൽ ഗാന്ധിയുടെ പാർട്ടിക്ക് ഇതല്ല, ഇതിനപ്പുറം ഒരു പറയില്ലേ? തീർച്ചയായിട്ടും എങ്ങനെയും അധികാരത്തിൽ വരണം. അതിന് നമുക്കറിയാം, വോട്ടർമാരിൽ ഭൂരിപക്ഷം വരുന്ന 50%-ലധികം ഇവിടുത്തെ സ്ത്രീകളാണെന്നറിയാം. അപ്പോൾ ആ സ്ത്രീകൾക്ക് അവർക്കൊരു ഓഫർ കൊടുക്കുക, അവരെ സഹായിക്കുന്നു എന്ന് പറഞ്ഞ് കൂടെ നിൽക്കുക, എന്നിട്ട് പിന്നെ ചതിക്കുക. ആ ചതിയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എറണാകുളത്ത് ഏതാണ്ട് 325 ഓർഡിനറി ബസ്സുകളുണ്ടെന്നാണ് കണക്കാക്കുന്നത്. ഈ ഓർഡിനറി ബസ്സുകളിൽ ഇപ്പോൾ എത്രയാണ് സിറ്റി ഫാസ്റ്റ് ആക്കി കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവും? ഇതിൻ്റെ ഗുണം എത്ര ബസ്സുകൾ, സർക്കാർ പറയട്ടെ, ഓർഡിനറി ബസ്സുകൾ ഒരു റൂട്ടിൽ അല്ലെങ്കിൽ ഒരു ജില്ലയിൽ, റവന്യൂ ജില്ലാ അടിസ്ഥാനത്തിൽ ഇത്രയുണ്ട് റൂട്ടുകൾ, ഇതൊന്നും നമുക്കറിയുന്നില്ല. ഇത് ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലും പ്രിയദർശിനി സ്റ്റിക്കർ കണ്ടാൽ ഓടിപ്പോയി കയറിക്കൊള്ളുക, എങ്ങോട്ടാന്ന് വെച്ചാൽ പൊക്കോളുക. ഒരു മാനദണ്ഡവും ഇല്ലാതെ, ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഒരു പദ്ധതി കൊണ്ടുവന്നിരിക്കുക. ഇത് നഷ്ടത്തിലേക്കാണ് പോകുന്നത്. ഇനി ഏതാണ്ട് അധിക ബാധ്യത ഒരു 700 കോടിയോളം KSRTCക്ക് വരുമെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. ഇതെവിടെ നിന്ന് ഇവർക്ക് നികത്താൻ പറ്റും? ജനങ്ങളിൽ ഇനി അധിക ഭാരം അടിച്ചേൽപ്പിക്കുമോ? എന്താണ് ഇവർ ചെയ്യാൻ പോകുന്നത്? ഒന്നും മനസ്സിലായിട്ടില്ല. സൗജന്യ യാത്ര പറഞ്ഞു, തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എത്ര പേർക്ക് ഇത് കിട്ടും? അപ്പോൾ ഇതൊരു ഭാഗത്ത് നിൽക്കുന്നു. മറ്റൊന്ന്, ഈ ബസ് സർവീസ് എന്ന് പറയുന്നത് ഒരു വലിയ മേഖലയാണ് അല്ലേ? പ്രൈവറ്റ് ബസ്സുകൾ. ഇപ്പോൾ ഞാൻ, എൻ്റെ വീട് ഏറ്റുമാനൂരാണ്. ഫ്രീക്വൻ്റായിട്ട് ഈ കോട്ടയത്ത് നിന്ന്, എറണാകുളത്ത് നിന്ന് കോട്ടയത്തേക്ക് ട്രാവൽ ചെയ്യുന്ന ആളാണ്. എനിക്ക് ഏറ്റവും അക്സസിബിൾ ആയിട്ടുള്ളത്, കാത്തു കെട്ടി നിൽക്കാതെ ചെല്ലുമ്പോൾ ഒരു 15 മിനിറ്റ് ഗ്യാപ്പിൽ പോകുന്നത് പ്രൈവറ്റ് ബസ്സാണ്. അതിപ്പോൾ വൈക്കം വഴി വേണമെങ്കിലും പോകാം, കാഞ്ഞിരമറ്റം വഴി വേണമെങ്കിലും പോകാം, പെട്ടെന്ന് പോകാം. നമുക്ക് സീറ്റിംഗ്
ഇത് ഫെസിലിറ്റി കിട്ടും. കാരണം ഒരു 10-15 മിനിറ്റ് ഗ്യാപ്പിൽ അടുത്ത ബസ് പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ നിരന്തരം സർവീസ് നടത്തുന്ന ഒരുപാട് പ്രൈവറ്റ് ബസ്സുണ്ട്. ഇതിപ്പോൾ ഓർഡിനറി ബസ്സിലാണ് എന്ന് പറഞ്ഞ് ഇവർ പറയും. പക്ഷേ എങ്കിലും ഈ പോകുന്ന റൂട്ടുകളിൽ കൂടിയൊക്കെ ഓർഡിനറി സർവീസിൻ്റെ ഒപ്പം പോകുന്ന ബസ്സുകളുമുണ്ട്, ഫാസ്റ്റ് അല്ലാത്ത ബസ്സുകളുമുണ്ട്. പക്ഷേ ഈ ഒരു വലിയ വ്യവസായത്തെ ഇതെങ്ങനെ ബാധിക്കും? ഇതിനെക്കുറിച്ച് ഇവർ പഠനം നടത്തി. എത്ര കുടുംബങ്ങളാണ് ഇതിനെ ആശ്രയിച്ച് കഴിയുന്നത്, അല്ലേ? ഒരു ബസ്സിൽ എത്ര ജീവനക്കാരുണ്ടാവും, അവരുടെ കുടുംബങ്ങൾ, ഇതാണ് അവരുടെ വരുമാന മാർഗം. അപ്പോൾ ഇതിനെ ഇവരെങ്ങനെ നോക്കിക്കണ്ടു? ഈ വ്യവസായത്തെ തകർക്കാതെ എങ്ങനെ ഇത് നിലനിർത്താം? ഇവിടെ ഈ അർഹതപ്പെട്ട സ്ത്രീകൾ ആരൊക്കെയാണ്, അവരെ എങ്ങനെ സെലക്ട് ചെയ്യാം? ഇങ്ങനെ കുറേ മാനദണ്ഡങ്ങൾ ഇതിൽ വേണ്ടേ? ആർക്ക് വേണ്ടിയാണ് ഇത് ചാടിപ്പിടിച്ച് ഓഫർ ചെയ്തത്? അപ്പോൾ ഒരു മാനദണ്ഡവുമില്ലാത്ത പദ്ധതികളും കാര്യങ്ങളുമായിട്ടാണ് ഈ സർക്കാർ തുടങ്ങിയിരിക്കുന്നതെന്നുള്ളതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ഇപ്പോൾ ഈ സൗജന്യ യാത്ര. ഇനി പോകെ പോകെ മുന്നോട്ട് ഇതൊക്കെ തന്നെയായിരിക്കും. ഇപ്പോൾ ആശാ വർക്കർമാർക്ക് പ്രകടന പത്രികയിൽ, UDFൻ്റെ പ്രകടന പത്രികയിൽ ആശാ വർക്കർമാർക്ക് 21,000 രൂപ സർക്കാർ അധികാരത്തിൽ വന്നാൽ ഉടൻ തുടങ്ങുമെന്നാണ് പറഞ്ഞത്. ഈ സൗജന്യ യാത്രയുടെ ഒപ്പം പ്രഖ്യാപിച്ചത് നമ്മൾ കണ്ടു 3,000 രൂപ. അപ്പോൾ ഏതാണ്ട് 12,000 രൂപ. അപ്പോൾ അതിനു മുമ്പ് കേന്ദ്ര ഗവൺമെൻറ് ഓണറേറിയം കൂട്ടിയിട്ടുണ്ട്, അതുകൂടെ ചേർത്തിട്ടാണ് 12,000 കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തു. ഇപ്പോൾ ഒരു 3,000 രൂപ ഈ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 12,000 രൂപയിലെത്തുകയാണ്. ഇനി ഈ 5 വർഷത്തേക്ക് എനിക്ക് തോന്നുന്നില്ല ഇവരുടെ ഓണറേറിയം കൂട്ടുമോ? ഇല്ല, ഒരു കാരണവശാലും ഒരു കാരണവശാലും കൂട്ടില്ല. എവിടെ നിന്ന് കൂട്ടും? എവിടെയാണ് ഇതിനുള്ള ഖജനാവിൽ എന്താണുള്ളത്? ഇപ്പോൾ ധവളപത്രം ഇറക്കിയപ്പോൾ തന്നെ ഏതാണ്ട് 5 ലക്ഷം കോടി രൂപ നഷ്ടത്തിലാണ് കേരളം ഓടിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതെങ്ങനെ നികത്തും? എത്രയോ പദ്ധതികൾ ഇനി നടപ്പിലാക്കാനുണ്ട്. സത്യത്തിൽ മനസ്സിലാക്കേണ്ടത് ഈ കേരളം ഈ കഴിഞ്ഞ 10 വർഷം ഇത്രയൊക്കെ എങ്കിലും ഓടിക്കൊണ്ടിരുന്നത്, നമ്മളിത് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുക. നമ്മളിത് വിളിച്ചു പറയുമ്പം അത് ഞങ്ങളുടെ അവകാശമാണ്, സർക്കാരിൻ്റെ അവകാശമാണ്, ഇങ്ങ് തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വരട്ടാനും ഭീഷണിപ്പെടുത്താനും ഒക്കെ വരുന്ന ശ്രീമാൻ പിണറായി വിജയൻ്റെ സർക്കാരിൻ്റെ സമയത്ത് മന്ത്രിമാരെയും ഒക്കെ നമ്മൾ കണ്ടു. മുഹമ്മദ് റിയാസിനെ പോലെയുള്ളവരെയൊക്കെ കണ്ടു. ഇതിങ്ങ് തരേണ്ടതാണ്, ഞങ്ങളുടെ അവകാശമാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇവിടെ ഒരു MLA പോലും ആ സമയത്തില്ല. MP, തിരഞ്ഞെടുക്കപ്പെട്ട MP നമ്മുടെ ശ്രീ സുരേഷ് ഗോപി സാറുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള ശ്രീമാൻ ജോർജ് കുര്യൻ സാറുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെന്നിരിക്കെ ഇവർ വഴിയെങ്കിലും എന്തെങ്കിലുമൊക്കെ എത്തണം എന്നുള്ള ആഗ്രഹത്തിൽ എത്രയോ പദ്ധതികളാണ് കേന്ദ്ര ഗവൺമെൻറ് ഈ കേരളത്തിലേക്ക് തന്നിട്ട് നമ്മളെ താങ്ങി നിർത്തിയത്. ഇപ്പോൾ 81 കോടി ജനങ്ങൾക്ക് ഇന്ത്യയിൽ സൗജന്യ ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്നുണ്ട്, ഇല്ലേ? ആ 81 കോടിയിൽ ഈ കേരളത്തിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് ആളുകളില്ലേ? അതുപോലെ തന്നെ ഉജ്ജ്വൽ യോജന പോലെയുള്ള പദ്ധതികൾ, എല്ലാ പദ്ധതികളിലും കേരളത്തിൽ നിന്ന് കേരളത്തിന് വേണ്ട വിഹിതം എത്തുന്നുണ്ട്, എല്ലാ പദ്ധതികളും. ഇപ്പം കർഷകർക്ക് അതൊരു DBT സംവിധാനം കൂടി ഓപ്പറേറ്റ് ചെയ്യുമായിരുന്നു ഈ ഗവൺമെൻറ്, നരേന്ദ്രമോദി സർക്കാർ, ഡയറക്റ്റ് ബെനിഫിഷ്യറി ട്രാൻസ്ഫർ എന്നുള്ളത്. ആ സംവിധാനത്തിലൂടെ 6,000 രൂപ എന്ന് പറയുന്നത് ഒരാൾക്കല്ല, ഇവിടെ ഏതാണ്ട് 41 ലക്ഷം കർഷകരിലേക്ക് 6,000 രൂപ DBT എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും അറിയുന്നുണ്ടോ ഈ ഒരു മാറ്റം? ജൻധൻ അക്കൗണ്ട് വന്നപ്പോൾ നമ്മൾ പറഞ്ഞു, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നു, എന്തിനാണെന്ന്. ഇപ്പോൾ ഡിജിറ്റൽ വിപ്ലവമാണ്, അല്ലേ? എല്ലാവരും എവിടെ പോയാലും, ഒരു പെട്ടിക്കടയിൽ പോയാലും ഇപ്പോൾ ഗൂഗിൾ പേ ആണ്, ഒരു മുറുക്കാൻ കടയിൽ പോയാലും ഗൂഗിൾ പേ ആണ്. എങ്ങനെ നമ്മുടെ രാജ്യത്തെ മാറ്റി, അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ മാറ്റി, ഡിജിറ്റൽ വിപ്ലവം കൊണ്ടുവന്നു, സാമ്പത്തിക ഉൾക്കൊള്ളൽ കൊണ്ടുവന്നു, പാരിസ്ഥിതികമായിട്ടുള്ള സപ്പോർട്ടുകൾ കൊണ്ടുവരുന്നു. എല്ലാ മേഖലയിലും ഒരു ഗവൺമെൻറ് വലിയ വിഷനോടുകൂടി, വിഷൻ ഫ്രണ്ട്ലി ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും അതിൻ്റെ എല്ലാ ഗുണങ്ങളും നമ്മുടെ കേരളത്തിനും വേണമെന്ന് ആഗ്രഹിച്ച് എത്തിച്ചു തരികയും ചെയ്യുന്നുണ്ട്. എന്നിട്ടും രാവിലെ ഉണർന്നെണീക്കുന്നത് മുതൽ ഉറങ്ങാൻ പോകുന്നത് വരെ നരേന്ദ്രമോദി സർക്കാരിനെ ചീത്തവിളിയായിരുന്നു. ഇപ്പോൾ ഈ സർക്കാരും ആശ്രയിക്കാൻ പോകുന്നത് ആരെയാണ്? ഈ നരേന്ദ്രമോദി സർക്കാരിന്. അത് നമ്മൾ കണ്ടല്ലോ, മുഖ്യമന്ത്രി പോയി നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ ആയിട്ട് കൂടിക്കാഴ്ച കഴിഞ്ഞു, ഇല്ലേ? കേന്ദ്രം സഹായിച്ചില്ലെങ്കിൽ കേരളം ഒരു ഇഞ്ച് മുന്നോട്ട് പോവില്ല എന്നുള്ള വലിയ യാഥാർത്ഥ്യമുണ്ട്. അത് വരുന്നത് പല പദ്ധതികളായിട്ടാണ്.
കേന്ദ്ര വിഹിതങ്ങളായിട്ട്, കേന്ദ്ര പദ്ധതികളായിട്ടൊക്കെ ഈ കേരളത്തിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ കേന്ദ്രത്തിൻ്റെ സഹായത്തോടു കൂടി തന്നെയാണ് കേരളം മുന്നോട്ട് പോകുന്നത്. കേരളത്തിന് അവകാശപ്പെട്ടതാണ് എന്ന് പല കാര്യങ്ങൾ പറയുമ്പോഴും ആ കേരളത്തെ മാറ്റി നിർത്താതെ ചേർത്ത് നിർത്തുന്നു ഒരു ഉം. സർക്കാർ, അല്ലേ? അതെ. അപ്പോൾ അങ്ങനെ കൊണ്ടുപോകുന്നതുകൊണ്ട് മാത്രമാണ് ഇന്ന് കേരളം മുന്നോട്ട് പോകുന്നത്. ഈ യാഥാർത്ഥ്യം നിലനിൽക്കെ ഈ 5,00,000 കോടി കടത്തിൽ നിൽക്കുന്ന ഈ കേരളത്തിന് എങ്ങനെ ഈ പദ്ധതികളെല്ലാം ഇവർ പറയുന്ന ഈ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കാൻ സാധിക്കും എന്നുള്ളത് ഒരു 6 മാസമൊന്നും കാത്തിരിക്കേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. അതിനു മുമ്പേ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. അതെ, ഈ 2 പരിപാടികളിലൂടെ മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ വലിയ ബുദ്ധിമുട്ടിലേക്കാണ് ഈ സർക്കാരും നമ്മളെ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഈ അധിക ഭാരം എപ്പോൾ നമ്മൾ അടിച്ചേൽപ്പിക്കപ്പെടും എന്നുള്ള ഒരു ഭയത്തിലാണ് ഇന്ന് കേരളത്തിലെ ജനങ്ങളുള്ളത്. ഇത് സോൾവ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ ഇനിയിപ്പോൾ 19-ാം തീയതി കേരള ബജറ്റാണ്. അപ്പം നമുക്കറിയാം എന്തൊക്കെ സാമ്പത്തിക ഉൾക്കൊള്ളലാണ് നടത്തുന്നത്, എന്തൊക്കെ പദ്ധതികളാണ് പ്രഖ്യാപിക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് ഒരു 2 ദിവസം കഴിഞ്ഞാൽ വളരെ ക്ലിയറായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും അത്ര ഈസി ആയിട്ടൊന്നും ഈ ഗവൺമെൻറ്റിന് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു റിയാലിറ്റി തന്നെയാണ് ഇന്ന് നമ്മളുള്ളത്. പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ ഒരുപാട് പേർ കാണുന്നുണ്ട്. കാണുന്നവരോടെല്ലാം നമുക്ക് വലിയ സ്നേഹവുമുണ്ട്. അവരൊക്കെ നമ്മുടെ ചാനലിനെ കുറിച്ച് ഒരുപാട് പേരോട് പറയുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മൾ കാണുന്നവരുടെ എണ്ണം അനുസരിച്ച് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ കണ്ടിട്ട് അങ്ങ് പെട്ടെന്ന് തിരിച്ചു പോവുക. പക്ഷേ കണ്ടതിന് ശേഷം ഒരു നിമിഷം നിൽക്കുക. നമ്മുടെ ചാനലിൻ്റെ IND എന്ന് പറയുന്ന ലോഗോ ഇല്ലേ, അവിടെ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ ഫീഡ് തുറന്നു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നൊരു നീല നിറത്തിലുള്ള ബാറുണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് തൊടുക. തൊട്ടടുത്തൊരു മണിയുടെ ചിത്രമുണ്ട്, ബെല്ലൈക്കൺ. അവിടെ ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോകളും കാണാനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. മാത്രമല്ല ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബറായി മാറുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് വലിയ സഹായമായിരിക്കും. ഉറപ്പായിട്ടും അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യണേ.